ഹലോ ഹായ് നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സംസാരിക്കുമ്പോഴേ എൻ്റെ കൂടെ കാക്കയും സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയോ, നമ്മളെപ്പോഴും ആട്ടി പറഞ്ഞയക്കുന്ന ഒന്നാണ് കാക്കയെ. കാക്കയെ കാട്ടി പറഞ്ഞയച്ചാലും ഇന്നത്തെ ദിവസവും നമ്മൾ കാക്കയെ കൈമുട്ടി വിളിക്കുന്നൊരു ദിവസം കൂടിയാണ്. അപ്പോൾ കാക്കയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസം കൂടി ആയതുകൊണ്ടായിരിക്കാം പുറത്തുനിന്ന് ഞാൻ വോയിസ് ഇടുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാക്കയും കൂടി ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പുട്ടൊക്കെ അടിച്ച് വാരി ഇട്ടിട്ട് ഈ ഡ്രസ്സൊക്കെ ഞാൻ പാക്ക് ചെയ്യുന്ന എവിടേക്ക് പോകാനാണെന്നല്ലേ, എവിടേക്കുമല്ല നമ്മുടെ ചേച്ചീൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ. ഞാൻ എപ്പോഴും പോകുമ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും, പിന്നെ അതുപോലെ മോൾക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മോൾക്ക് മരുന്നും, പിന്നെ കൂടാണ്ട് അവൾക്ക് വേണ്ട പാമ്പേഴ്സ്, പിന്നെ അതുപോലെ എന്തെങ്കിലും വെള്ളമൊക്കെ മറിഞ്ഞ് തുടക്കാനുള്ള ടൗല്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എന്നും കൊണ്ടുവന്നു കേട്ടോ. പിന്നെ നമ്മൾ പോകാൻ നോക്കിയപ്പോഴാണ് മഴ പെയ്തത്. നമ്മൾ നടന്നിട്ടാണ് പോകുന്നത്. പിന്നെയുള്ള വിശേഷം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷീമോള് സ്വന്തക്കായിട്ട് തന്നെ ഒറ്റയ്ക്ക് ചെരുപ്പൊക്കെ ഇടാൻ പഠിച്ചു കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ അവളെ ഒറ്റയ്ക്ക് തന്നെ എല്ലാം പഠിപ്പിക്കുകയും ചെയ്യും. പറയുമ്പോൾ ഇങ്ങനെ പറയും, ഒറ്റയ്ക്ക് ജീവിക്കാൻ കുറച്ച് പ്രാപ്തിയാവണം എന്നുള്ളത് കൊണ്ട് എല്ലാം സ്വന്തമായിട്ട് ചെയ്യിക്കാനൊക്കെ ഇപ്പോഴേ ഒരു ശീലിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോഴാണ് അവൾ ഇപ്പോഴും പോലെ ഒരു കാര്യം പറഞ്ഞത്. അമ്മേൻ്റെ യൂട്യൂബിലെ ഫ്രണ്ട്സിനോട് ഹായ് പറ. റെഡി 1 2 3 സ്റ്റാർട്ട്. 2 അല്ല, ഹായ് പറ. ഹായ് പറ. ശിലമോൾ ഹായ് പറ. ശില ഹായ് പറ. ഒന്നും കൂടി ഹായ് പറ. അങ്ങനെ ഹായിയൊക്കെ നമ്മൾ പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചേച്ചീൻ്റെ അടുത്തേക്ക് പോവാണ്. ശരിക്കും അവൾ എല്ലാണ്ട് തന്നെ ഹായ് പറയും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയിപ്പിക്കാൻ ശ്രമിച്ചതാണ്. പിന്നെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകുന്ന വെച്ചാൽ നമ്മൾ വെറുതെ ഈവനിങ്ങിൽ അമ്മ പറഞ്ഞ് പോകാമെന്ന്, അങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് പോയതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ചേച്ചീൻ്റെ വീട്ടിൽ നടന്നിട്ട് പോകേണ്ട അത്ര ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നടന്നിട്ട് പിന്നെ നമ്മൾ പോകുമ്പോൾ ചെറിയൊരു മഴയൊക്കെ ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മോൾക്ക് കുടയൊക്കെ വെച്ചെടുത്ത് ഞങ്ങൾ കുടന്നില്ല. പിന്നെ ചേച്ചീൻ്റെ വീട്ടിലെത്തി. ചേച്ചീൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ടൗണിലേക്ക് പോകണമെന്ന്. അങ്ങനെ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറ്റിയിട്ടാണ് പിന്നെ ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് വാങ്ങിക്കണമായിരുന്നു. കാരണം ഇന്നത്തേക്ക് ഒരു സദ്യയും കാര്യങ്ങളൊക്കെ അവിടെ വാവൊക്കെ വെക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ എല്ലാ ആഘോഷങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര തിരക്കും കാര്യങ്ങളായിരുന്നു. ഏത് ഷോപ്പിലാണെങ്കിലും അറിയാമല്ലോ, സാധാരണ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന തിരക്കുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിക്ക് വേണ്ട പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം ചേച്ചിൻ്റെ വേറൊരു ഫോൺ ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ടൊന്ന് നേരെ ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ മൊബൈൽ ഷോപ്പിലും കൂടെ പോയി. ഏട്ടന് അധികം ഫോൺ എടുക്കുന്ന ഒരു ഷോപ്പും കൂടിയാണ്. നല്ല പെരുമാറ്റം കാര്യങ്ങളൊക്കെയാണ്. അവിടുത്തെ സ്റ്റാഫ് കസ്റ്റമറോട് നല്ല പെരുമാറ്റമാണ്. ചേച്ചീനെ അവിടെ പോയി പിന്നെ ചേച്ചിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി ഫോണും ശരിയാക്കി. പെട്ടെന്നൊരു ഇതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിയാക്കി പിന്നെ ചേച്ചിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അവർ ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഓർഡർ ചെയ്തു. മീൻസ് എന്താ പറയുക, ഫോണിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഓർഡർ ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ പോയത് നമ്മൾ ഈവനിങ്ങിലൊക്കെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പലഹാരങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു ചേച്ചി നമ്മളെല്ലാം പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഇവിടുന്ന് അധികം എനിക്കധികം അങ്ങനെ ബേക്കറി സാധനങ്ങളൊന്നും അധികം മധുരം അങ്ങനെയുള്ള ഇതുപോലത്തെ ബേക്കറി സാധനങ്ങൾ അധികം കഴിക്കാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് ഇവിടുന്ന് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണിയപ്പം നല്ല ഇഷ്ടമാണ്. ഉണ്ണിയപ്പം നല്ല മുരിഞ്ഞൊക്കെ ഇരിക്കും. അങ്ങനെ നല്ല കറുമുറ കടിക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പം ഇവിടുന്ന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് ചേച്ചീൻ്റെ വീട്ടിലേക്കായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ ഓട്ടോ പിടിച്ചു. ഭയങ്കര കുറച്ച് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓട്ടോ പിടിച്ചു. അതിന് നേരെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയപ്പോൾ നമ്മൾ ജനനിയായിരുന്നു. നമ്മൾ വാതിൽ മുട്ടിയപ്പോൾ വേഗം തുറന്നിട്ടുണ്ടായിരുന്നു. ശിലമോളെ ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ചെറിയൊരു പനിയും പിന്നെ മൂക്കൊലിപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവളെ വീട്ടിൽ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു, ചേച്ചീൻ്റെ വീട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ചായ കുടിക്കലാണ്. അങ്ങനെ ചായ കുടിച്ച് പിന്നെ ചേച്ചി നല്ല കുഴക്കട്ട, നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുന്നത് എനിക്കറിയില്ല, ഈ ബെല്ലും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റാണ്. വലിയ മധുരമൊന്നും ഇല്ലാത്ത നല്ല കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള. ചേച്ചി എപ്പോഴും മധുരം കുറവായിരിക്കും എന്തിനും, ചായക്കാണെങ്കിലും എന്ത് ചേച്ചി ഉണ്ടാക്കുന്ന മധുരം കുറക്കും, പായസം എന്തും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മധുരം അധികം കഴിക്കില്ല. പിന്നെ ചിപ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളതെല്ലാം കഴിച്ചു. പിന്നെ ഇവരുടെ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്നപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ വേഗം എത്തി. അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് പൊതുപോലെയുള്ള ജോലികളൊക്കെ ഉണ്ടായിരുന്നു.